ഹായ് കൂട്ടുകാരെ, ഞാനാണ് എവിറ്റ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് പ്ലേസ് വെൽനസ് സീരീസ്. നമ്മൾ യങ്ങാണ്. നമ്മളെല്ലാവരും എപ്പോഴും കുട്ടികളെ പോലെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് അസുഖം എന്തെങ്കിലും വന്നാൽ നമ്മൾ ഒരുപാട് ടയേർഡാവുന്നു. രാത്രിയിൽ ജോലി ചെയ്യുന്നവർ, ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെ എല്ലാവരും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചില ടിപ്സ് നമ്മുടെ ഡോക്ടർ നിസ്രിൻ നമുക്ക് തരാൻ പോകുന്നു. നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നു. ഇന്ന് നമ്മൾ ഡയറ്റിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. രാത്രി ഒരുപാട് നേരം ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്തിയായ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ക്യാന്റീനെ വിശ്വസിച്ചാവും ഇരിക്കുക. അവിടെ ഹെൽത്തി ഫുഡ് കിട്ടണമെന്നില്ലല്ലോ. നിങ്ങളുടെ മാസശമ്പളത്തോടൊപ്പം ശരീരത്തെ കൊഴുപ്പും നിങ്ങൾ കൂട്ടുന്നു. ഡോക്ടർ, ക്യാന്റീനിൽ കഴിക്കുന്നവർ അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? തീർച്ചയായും എബീറ്റ. ഫസ്റ്റ് പോയിന്റ് എന്നാൽ നിങ്ങൾ അൺഹെൽത്തിയായ സ്നാക്സ് കഴിക്കാൻ പാടില്ല. അതായത് സമോസ, പഫ്സ് ഇങ്ങനെ. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഇതുപോലെയുള്ള ആഹാരം കഴിക്കരുത്. ഇത് തീർച്ചയായും ഒരു നല്ല ഹാബിറ്റ് അല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്ത് എക്സ്ട്രാ ഷുഗർ കൂടുന്നു. ഏറ്റവും പ്രധാനം, ഉറക്കം വരാതിരിക്കാൻ സോഡ ഡ്രിങ്ക്സ് കുടിക്കുന്നത് വളരെ തെറ്റാണ്. അത് ശരീരത്തിന് കേടുണ്ടാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ പാചകം ചെയ്യുവാൻ സമയമില്ലാത്തപ്പോൾ നമ്മൾ ജങ്ക് ഫുഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതായത് പിസ്സാസ്, ബർഗേഴ്സ് ഇതുപോലെയുള്ള ആഹാരം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനു പകരം നല്ല ഹെൽത്തിയായ വെജിറ്റബിൾ സാൻഡ്വിച്ചസ്, ചപ്പാത്തീസ്, റൈസ് വെറൈറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ കിട്ടാറുണ്ടല്ലോ നല്ല കോംബോസ്, റൈസ് കോംബോസ്, ചപ്പാത്തി കോംബോസ്, അത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ അതിൽ വെജിറ്റബിൾസ് ഒരുപാടുണ്ടാവണം. മറ്റൊരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ സ്നാക്സിനായി വീട്ടിൽ നിന്ന് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഫ്രൈഡ് സമോസാസ്, ബർഗേഴ്സ് ഇതിനു പകരം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നിലക്കടല, ഡ്രൈ ഫ്രൂട്ട്സ് ഇവയൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വയർ നിറയും. അതൊക്കെ എടുത്തോണ്ട് പോകുവാനും വളരെ ഈസിയായ കാര്യമല്ലേ. ഇപ്പോൾ ഉള്ള എല്ലാവരുടെയും പ്രശ്നം ലഞ്ച് അവരുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പെട്ടെന്ന് സമയം നോക്കിയാൽ 3 മണിയായി കാണും. അവരുടെ ലഞ്ച് സമയത്തിന് കഴിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അടുത്ത് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങിച്ചു കഴിക്കും. അത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നു, അല്ലേ ഡോക്ടർ? അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സമയം ശ്രദ്ധിക്കണം. ശരിയായ സമയത്ത് ആഹാരം കഴിക്കുകയും വേണം. സമയം തെറ്റി ഒരിക്കലും കഴിക്കുവാനും പാടില്ല. 4 മണിക്കൂറിലൊരിക്കൽ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ നിന്നും തന്നെ ആഹാരം കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഇതുപോലെയുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ നിങ്ങളുടെ ആഹാരത്തിന്റെ അളവും ശരിയായിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇളനീര് പോലെയുള്ള ആഹാരങ്ങൾ ഓഫീസ് സമയത്തോ ഓഫീസ് കഴിഞ്ഞതിനു ശേഷമോ കഴിക്കാം. മോര് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ട് കലോറീസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ വയറ് നിറയുന്നു. അതാണ് നല്ലത്. മറ്റൊരു ടിപ്പ് എന്തെന്നാൽ, ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നതാണ് നല്ലത്. അതായത് ദിവസവും 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ എപ്പോഴും ഓഫീസിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അരമണിക്കൂറിൽ ഒരിക്കലെങ്കിലും തൊണ്ട നനയ്ക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയാൽ നിങ്ങൾക്ക് വിശക്കുന്നത് പോലെ തോന്നും. അതുപോലെയുള്ള സമയത്ത് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. മറ്റാഹാരമൊന്നും കഴിക്കാനും പാടില്ല. ഇതാണ് പ്രധാനം. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി പറയൂ. തീർച്ചയായും. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ലളിതമായ കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ വെച്ചോളൂ. സമയത്ത് ആഹാരം കഴിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 4 മണിക്കൂറിലൊരിക്കൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ജങ്ക് ഫുഡ്സിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. അതായത് എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും. സാലഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഡയറ്റിൽ എല്ലാ കളേഴ്സിലുമുള്ള വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസവുമുള്ള ഡയറ്റിൽ സ്പിനാഷ്, അതായത് ചീര ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. യെല്ലോ വെജിറ്റബിൾസ്, അതായത് ഉരുളക്കിഴങ്ങ്, അത് ശരീരത്തിന് ഏറ്റവും നല്ല ഒരു വെജിറ്റബിൾ ആണ്. വൈറ്റ് വെജിറ്റബിൾസ്, അതായത് റാഡിഷ്, ആൻഡ് റെഡ്, അതായത് തക്കാളി, ബീറ്റ്റൂട്ട് ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതൊക്കെ സാലഡായി ഉപയോഗിക്കുന്നത് ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമായിരിക്കും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം. നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ റെഡ് മീറ്റ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനു പകരം വൈറ്റ് മീറ്റ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആഹാരം കഴിച്ചതിനു ശേഷം ഡെസേർട്സ് കഴിക്കരുത്. അത് തുടരെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ആഹാരം കഴിച്ച ഉടനെ ഡെസേർട്സ് ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അത് ശരീരത്തിന് തീരെ നല്ലതല്ല. അത് നമുക്കൊരു ഹാബിറ്റ് ആവാനും പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എരിവ് കൂടുതലുള്ള അധികം വേഗാത്ത ആഹാരങ്ങൾ കഴിക്കരുത്. അതായത് ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെയുള്ള ഫുഡാണ് നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അവസാനത്തെ കാര്യം, ആഹാരം കഴിക്കാതെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ജോലിയിലുള്ളപ്പോൾ ആഹാരം കാത്തുസൂക്ഷിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം.
നിങ്ങൾക്കും ഇതുപോലെയുള്ള ടിപ്സ് എന്തെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. See you later.